കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാമത് സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 27 മുതൽ 30 വരെ എറണാകുളത്ത് നടക്കും. 14 ജില്ലാ കമ്മിറ്റികളും 236 ബ്ലോക്ക് കമ്മിറ്റികളും 1504 യൂണിറ്റുകളുമായാണ് സംഘടന പ്രവർത്തിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ സമ്മേളന ഭാഗമായി സെമിനാറുകൾ നടക്കുന്നുണ്ട്. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ നൽകുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ഉന്നയിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില പൊതുപ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെമിനാറുകൾ നടത്തി ആ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്തെ ആധുനികവൽക്കരണത്തെ സംബന്ധിച്ച് സെമിനാർ പെരുമ്പാവൂരിൽ നടത്തുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. വനസംരക്ഷണത്തെ സംബന്ധിച്ചിപ്പോൾ സജീവമായ കേരളത്തിലെ ഒരു പ്രശ്നമായി തന്നെ വന്നിരിക്കുന്നതാണ്. ആ വനസംരക്ഷണവും നിയമവും വന്യമൃഗാക്രമണവും സംബന്ധിച്ച് കോതമംഗലത്ത് 22-ാം തീയതി, ഇത് മറ്റേത് 21-ാം തീയതി, വർഗീയതയും ആധുനിക സമൂഹവും എന്ന വിഷയത്തിൽ 24-ാം തീയതി, ഭരണഘടനയും പെൻഷൻ എന്ന വിഷയത്തിൽ 25-ാം തീയതി, പുതിയ തൊഴിൽ നിയമങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ 26-ാം തീയതി, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ സംബന്ധിച്ച് കോലഞ്ചേരിയിൽ. അത് ഞങ്ങൾ എടുക്കുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക യഥാസമയം ലഭിക്കാത്തതും ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ നടപടികളെ ആരംഭിക്കാത്തതിനും തടസ്സമായി നിൽക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങൾ യഥാസമയം ലഭിക്കാത്തതും നിഷേധിക്കുന്നതുമാണ് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ആ വിഷയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും ആ പ്രശ്നം തന്നെ ഏറ്റെടുത്തുകൊണ്ടുള്ള സെമിനാർ എന്നുള്ള നിലയ്ക്കാണ് കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ നടത്താൻ തീരുമാനിച്ചത്. വാർത്താ സമ്മേളനത്തിൽ കെ മോഹനൻ, ആർ രഘുനാഥൻ നായർ, BV അഗസ്റ്റിൻ, CK ഗിരി, V മുരളീധരൻ, DG സുരേഷ്, VK മണിയപ്പൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.